ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് പ്രോഡക്റ്റ്സ് ഞാൻ വെറുതെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് കിച്ചൺ പ്രോഡക്റ്റ്സ് എന്ന് പറയാം. അങ്ങനെ വലിയ കാര്യമായിട്ട് കിച്ചൺ പ്രോഡക്റ്റ്സ് ഒന്നും പറയാനില്ല. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ കൂടുതലും നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കിയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബോട്ടിൽസൊക്കെ കുറേ ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബോട്ടിൽസ് വാങ്ങിക്കാം. എനിക്ക് ഓൺലൈനിലാണ് ബോട്ടിൽസ് എപ്പോഴും ലാഭമായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ബോട്ടിൽ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് കോംബോ ആയിട്ടാണ് അതിൽ കാണിച്ചിരുന്നത്. അങ്ങനെയാണ് വാങ്ങിച്ചത്. പക്ഷെ വന്നപ്പോൾ ഇതുപോലെ 2 ബോക്സസിൽ 6 എണ്ണം വീതമാണ്. എനിക്ക് തോന്നുന്നത് സിംഗിളായിട്ട്, പക്ഷെ ഞാൻ സിംഗിളായിട്ട് നോക്കിയപ്പോൾ കാണുന്നില്ലായിരുന്നു, വേറെ കളറുകൾ കാണുന്നുണ്ടായിരുന്നു. ഇതൊരു ഒരു ഓഷ്യൻ ബ്ലൂ കളറിലുള്ള ബോട്ടിലാണ്. അതിനകത്ത് 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പർപ്പിളൊക്കെ 6 എണ്ണം വീതം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാലും വലിയ തമ്മിൽ റേറ്റ് വ്യത്യാസമില്ല. 6 എണ്ണം കാണിക്കുന്ന കളർ ചേഞ്ച് മാത്രമേ തോന്നിയുള്ളൂ. 6 എണ്ണം കാണിക്കുന്ന റേഞ്ച് 12 എണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ കുപ്പിയല്ലേ, എപ്പോഴായാലും നമുക്ക് ആവശ്യം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് വാങ്ങിച്ചത്. 243 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഈ പ്രോഡക്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏതായാലും 2 ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് സ്റ്റോക്കിലേക്ക് കാണിക്കുന്നുണ്ട്, പിന്നെയും പോകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് വിചാരിച്ച് ഇടയ്ക്ക് ചെക്ക് ചെയ്യാതിരിക്കരുത്. വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാർട്ടിലെടുത്തിടുക. എങ്ങാനും ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചാലും എനിക്ക് അങ്ങനെ 3-4 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഓരോ കുപ്പിയും സ്പെഷ്യലായിട്ട് നല്ല പ്ലാസ്റ്റിക്, ഓപ്പണായിട്ടുള്ള പ്ലാസ്റ്റിക് കവറാണെങ്കിൽ പോലും ഓരോ കുപ്പിയും ബോട്ടിലും കറക്റ്റായിട്ട് ഓരോ പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ടാണ് അവർ പാക്ക് ചെയ്യുക. പിന്നെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പാക്കേജിങ്ങൊന്നും ഒരു കുറ്റവും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആൾക്കാർ വാങ്ങിച്ച പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസ് ഞാൻ നോക്കിയപ്പോഴത്തേനും പല രീതിയിലുള്ള പാക്കേജിങ് ആയിരുന്നു. 6 എണ്ണം വീതം ഒറ്റ സിംഗിൾ പ്ലാസ്റ്റിക് കവറിലിട്ട് വരുന്നത്. പിന്നെ ബോട്ടിലെല്ലാം കൂടെ ഒരു കാർഡ് ബോട്ടിലിങ്ങനെ ടാഗ് ചെയ്ത് മേളിൽ വെട്ടിക്കൊടുത്തിട്ട് ആ ഒരു കാർഡ് ബോട്ടിലേക്ക് ബോട്ടിലിൻ്റെ മേൽഭാഗം ഫിക്സ് ചെയ്ത രീതിയിൽ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്, വാങ്ങിച്ച ആൾക്കാർ ഫോട്ടോ ഇട്ടുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വന്നിരിക്കുന്ന എല്ലാം 12 എണ്ണവും പ്രത്യേകം ഓരോ കവറിലിട്ടാണ്. അപ്പം നല്ല അടിപൊളി പാക്കേജിങ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള കുപ്പികളുമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല കുപ്പിക്ക്. 1 ലിറ്ററിൻ്റെ വീതമുള്ളൊരു പാക്കേജിങ് ആണ്. കാണാനും നല്ല രസമുണ്ട്. ലീക്കേജ് ഇല്ല കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കമത്തി നോക്കി, ലീക്കേജ് ഇല്ല. 1 ലിറ്ററിൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ കാണും. 1 ലിറ്ററിന് മേളിൽ പോയാലേ ഉള്ളൂ, കുറവൊന്നുമില്ല. ഞാൻ പിന്നെ വെള്ളം അളന്ന് നോക്കിയില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല പ്രോഡക്റ്റിൻ്റെ. പിന്നെ ഒരു ഭയങ്കര കട്ടി ഇല്ല, എന്നാലും ഒരു നോർമൽ കട്ടിയിലുള്ള ഒരു പ്ലാസ്റ്റിക്, പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് മിൽട്ടൻ്റാണ്. മിൽട്ടൻ്റെ വേറെ ഒന്നിലും ഞാനങ്ങനെ കണ്ടില്ല കേട്ടോ. വേറെ കളർ ചേഞ്ചിലൊന്നും ഞാനങ്ങനെ 12 എണ്ണത്തിൻ്റെ ഒരു പാക്കേജ് കണ്ടിട്ടില്ല. അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 12 എണ്ണത്തിൻ്റെ നല്ല അടിപൊളി പാക്കേജിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബോട്ടിൽസ് വെക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിനൊരു അടിപൊളി ലുക്കും കിട്ടും. പിന്നെ അത് തന്നെയല്ല, ഈ വലിയ കുപ്പികളൊക്കെ വെക്കുമ്പോൾ അല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആ ഒരു സെക്ഷൻ നമ്മളിങ്ങനെ പെട്ടെന്ന് വലിക്കുമ്പോഴൊക്കെ ഡാമേജ് ആയി പോകുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വെച്ച് നോക്കുക. ഞാൻ എന്നിട്ടത് ഫ്രിഡ്ജ് ഫിക്സ് ചെയ്ത് നോക്കിയത് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ കൂടി പ്രശ്നം, അത്യാവശ്യം ബോട്ടിലിന് വണ്ണമുണ്ട് കേട്ടോ. അപ്പോൾ 4 എണ്ണേ നമുക്ക് നോർമൽ ഫ്രിഡ്ജിൽ ആ ഒരു സെക്ഷനിൽ കൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഞാനൊരു സ്ട്രെയിനറാണ് വാങ്ങിച്ചത്. ഇത് പക്ഷേ ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാനിതോടെ വെറുതെ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം കൂടുതലും ജ്യൂസൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പം എനിക്ക് ഒരു വലിയ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ, കമ്പിയുടെ അരിപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കടയിൽ ഞാൻ 1-2 കട കയറിയിട്ട് നോക്കിയപ്പോൾ അവിടെ ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ വെയിലറിയാമല്ലോ, ഈ വെയിലത്ത് കൂടുതൽ കടകളിൽ പോയി അന്വേഷിക്കാനൊരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് 2 കടയിൽ കയറിയിട്ട് തിരിച്ചു പോകും. ഞാൻ ഇവിടെ വെറുതെ പോയപ്പോൾ നോക്കി. പിന്നെ ഈ ഒരു ഐറ്റത്തിന് വേണ്ടി തന്നെ ഒരുപാട് കടകൾ കയറി ഇറങ്ങാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഓൺലൈനിൽ നോക്കിയപ്പം
സാധനമുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നി വാങ്ങിച്ച് നോക്കി. പക്ഷേ എനിക്ക് ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല കേട്ടോ. കാരണം കടയിൽ ഇതിലും ലാഭത്തിൽ കിട്ടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. 150 രൂപയ്ക്കാണ് ഞാനിത് 2 വാങ്ങിച്ചത്. ഈ വലുത് തന്നെ 120, 125 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 25 രൂപ കൂടി ആയപ്പോൾ ഏതായാലും കമ്പിയില്ലേ, 2 ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. ആ ചെറുതിൻ്റെ തുമ്പിന് ഇച്ചിരി കട്ടി കുറവുണ്ട്, പക്ഷെ വലുത് നല്ല അടിപൊളിയാണ്. നമുക്ക് എണ്ണയൊക്കെ കാച്ചുന്നവർ, നമ്മുടെ വീട്ടിലാവശ്യത്തിന് ഹോം മെയ്ഡ് എണ്ണയൊക്കെ കാച്ചുന്നവരാണെങ്കിൽ നമ്മൾ അത്യാവശ്യം വീട്ടിലേക്കുള്ള തലയിലൊക്കെ വെക്കാണെങ്കിൽ ആ ചൂടോട് കൂടി ഒഴിക്കാനുള്ളൊരു കട്ടിയൊക്കെ അതിനുണ്ട്. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോഴും മുന്തിരിയുടെയൊക്കെ ജ്യൂസാണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ അത് ആ ചൂട് താങ്ങാനുള്ള കട്ടിയുള്ള ഒരു അരിപ്പയാണ്. അതിൻ്റെ വക്കൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്, കട്ടിയാണ്. വിലയുടെ കാര്യം എനിക്കറിയില്ല പുറത്തതും ഇതും കൂടെ വെച്ചിട്ട്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടാലോ അതുകൊണ്ട് വാങ്ങിച്ച സാധനം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈ 2 പ്രൊഡക്ട്സാണ്, ഒന്ന് മീഷോയിൽ നിന്ന്, ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നുമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കുക, ചെക്ക് ചെയ്തൊക്കെ നോക്കുക, വാങ്ങിക്കുക. അപ്പോൾ അടുത്ത ഒരു യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.